2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരെ ഹമാസ് ആക്രമണം ആരംഭിച്ചു. ഈ ആക്രമണം തടയുന്നതിൽ ഇസ്രയേൽ സൈന്യം പരാജയപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഒക്ടോബർ 7-ലെ സംഭവത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവന്നിരിക്കുന്നത്. ഇതിലാണ് ഇസ്രയേൽ സൈന്യം പരാജയപ്പെട്ടുവെന്ന് വ്യക്തമായത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒക്ടോബർ 7-ലെ ആക്രമണം തടയുന്നതിൽ ഇസ്രയേൽ സൈന്യം പരാജയം സമ്മതിച്ചു. ഹമാസ് ആക്രമിക്കുമെന്ന് സൈന്യത്തിന് അറിയില്ലായിരുന്നുവെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. പെട്ടെന്നുള്ള ആക്രമണത്തിന് മറുപടി നൽകാൻ ഇസ്രയേൽ സൈന്യത്തിന് തയ്യാറെടുപ്പ് നടത്താനുള്ള സമയം ലഭിക്കാത്തത് പരാജയത്തിന് കാരണമായി പറയപ്പെടുന്നു. മാത്രമല്ല, ഇസ്രയേലി ചാര ഏജൻസിയായ മൊസാദ്, ഹിസ്ബുള്ള പോലുള്ള ലെബനനിലെ മറ്റ് സംഘടനകളെയും നിരീക്ഷിച്ചു. പക്ഷേ തൊട്ടടുത്തുള്ള ഹമാസിനെ ശ്രദ്ധിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇന്റലിജൻസ് ഉപരോധങ്ങൾ, പ്രതിരോധ നടപടികൾ എന്നിവയെ അമിതമായി ആശ്രയിച്ചതിനാൽ ഹമാസിന്റെ ആക്രമണത്തോട് ഉടനടി പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ആക്രമണത്തിൽ 1139 ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും 200 പേരെ ബന്ദികളാക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. ആകെ 3 ഘട്ടങ്ങളിലായാണ് ആക്രമണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ ഉന്നത നുക്ബ മിലിഷ്യയിലെ 1000 അംഗങ്ങൾ പ്രവേശിച്ചു. അതുപോലെ 2000 പേർ രണ്ടാം ഘട്ടത്തിലും 100 കണക്കിന് പേർ മൂന്നാം ഘട്ടത്തിലും പ്രവേശിച്ചു. ആക്രമണം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തതായിരുന്നു. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇസ്രയേൽ തങ്ങളുടെ അശ്രദ്ധയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സൈന്യത്തിന്റെ സതേൺ കമാൻഡിന്റെ കമാൻഡർ യാരോൺ ഫിങ്കൽമാൻ രാജിവെച്ചു. മാത്രമല്ല, ഇസ്രയേലിന്റെ ഇന്റലിജൻസ് മേധാവി അഹരോൺ ഹലീവയും ഇസ്രയേലിന്റെ ഉന്നത ജനറൽ ഹെർസി ഹലേവിയും രാജിവെച്ചു. പ്രധാനമന്ത്രി നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നിരുന്നാലും രാജിവെക്കുന്നതിനെക്കുറിച്ച് നെതന്യാഹു ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഹമാസിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രയേൽ യുദ്ധത്തിൽ 48,000 പേർ വരെ കൊല്ലപ്പെട്ടു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. വെടിനിർത്തലിന് ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടും നെതന്യാഹു യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. ഇത്രയധികം ജീവൻ അപഹരിക്കപ്പെട്ടിട്ടും അവർ ഹമാസിനെ ഇല്ലാതാക്കിയുവെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം. കാരണം ഹമാസ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ് രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കുക അത്ര എളുപ്പമല്ലെന്ന് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ഇരുവിഭാഗങ്ങളും തമ്മിൽ നിലവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട്. ഇത് ശാശ്വതമാക്കുകയും മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ലോകത്തിന്റെ ആഗ്രഹം. അതേസമയം സൈനിക അന്വേഷണത്തെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങളും അന്താരാഷ്ട്ര ശ്രദ്ധ നേടി.